പെൺകുട്ടി യുവാവ് പോകുന്നത് നോക്കി വളരെ വിഷമത്തോടെ അവിടെ തന്നെ നിന്നു. അവനെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ അവൾക്ക് ഒരിക്കലും ആവില്ലായിരുന്നു. യുവാവിന് അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. പെൺകുട്ടി 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവനോട് രഹസ്യമായി പ്രണയത്തിലായിരുന്നു. അങ്ങനെ ഒരു മോശകരമായ സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരിപ്പോഴും ഒരുമിച്ച് തന്നെ കണ്ടിരുന്നേനെ. ജയിലിൽ നിന്ന് അവൻ നേരെ ബാറിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലാവുന്നു. അവൾ ഉടനടി തന്നെ അവന്റെ പിന്നാലെ ബാറിലേക്ക് പോകുന്നുണ്ട്. ബാറിലെ അന്തരീക്ഷം പെൺകുട്ടിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലെന്ന് അറിയാവുന്ന അവനാവട്ടെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പെൺകുട്ടി തന്റെ പുറകെ നടക്കുന്നത് തടയാനായിട്ട് അവനാവട്ടെ അവൾ തന്റെ ടൈപ്പിനൊത്ത ഒരു പെണ്ണല്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവൾ ഇതിൽ നിന്ന് പിന്മാറുമെന്ന് അവൻ കരുതി. പക്ഷേ അവളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച പോലൊരു മറുപടി അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ വളരെ സൗമ്യമായി തന്നെ അവനോട് പറഞ്ഞു, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിനക്കും എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നീ കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, നിന്നെ മാത്രം. പെൺകുട്ടിയുടെ വാക്കുകൾ അവന്റെ കണ്ണുകൾ നിറയിച്ചു. അവളുമൊത്തുള്ള ക്ലാസ്സിലെ മനോഹരമായ നിമിഷങ്ങൾ അവന്റെ മനസ്സിലേക്ക് കടന്നുപോയി. പക്ഷേ ആ ഓർമ്മകൾ അവനെ വീണ്ടും അവളോടുള്ള ഇഷ്ടത്തെ തുറന്നു പറയാൻ മടുപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അവൾക്ക് അവനെക്കാട്ടിലും നല്ലൊരുവനെ കിട്ടുമെന്ന് അവൻ കരുതുന്നു. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട് എത്രയോ നാളുകൾ കൊണ്ട് തന്നെ അവളോടുള്ള ഇഷ്ടം അവൻ മനസ്സിൽ നിന്ന് കളഞ്ഞതാണെന്ന്. ഈ സമയത്ത് പെൺകുട്ടിക്ക് ദേഷ്യം വന്ന് അവൻ ഒരു തൊഴി കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം അവന്റെ അച്ഛനാവട്ടെ കമ്പനിയുടെ ഗുണത്തിനായി ഒരു വിവാഹാലോചനയെ കുറിച്ച് അവന്റെ കൂടെ പറയുന്നുണ്ട്. താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് അവന് വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ കണ്ടുവച്ചിരിക്കുന്നതെന്ന് അവൻ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു. അതിനെ എതിർക്കാനായി ദേഷ്യത്തോടെ തന്നെ യുവാവ് അവന്റെ അച്ഛന്റെ കൂടെ പറയുന്നുണ്ട് അവന്റെ അമ്മയും അവന്റെ അച്ഛൻ വിവാഹം കഴിച്ചത് കമ്പനിയുടെ നേട്ടങ്ങൾക്കായി അവരുടെ അച്ഛനമ്മമാർ പറഞ്ഞുറപ്പിച്ചത് പോലെ തന്നെയായിരുന്നു. അമ്മയുടെ സ്വത്തുവകകളെല്ലാം കൈക്കലാക്കിയതിനു ശേഷം അവന്റെ അച്ഛനാവട്ടെ അവരെ ഒരു ദയവുമില്ലാതെ ഉപേക്ഷിക്കുന്നുണ്ട്. അവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ അച്ഛന്റെ കൂടെ പറയുന്നുണ്ട് അയാളുടെ നേട്ടങ്ങൾക്കായി പെൺകുട്ടി ഇതിലേക്ക് വലിച്ചിഴക്കരുത്. അതുപോലെ തന്നെ അയാളുടെ ചൊൽപ്പടിക്കൊത്ത് നിൽക്കാൻ അവന് താല്പര്യമില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് അവന്റെ അച്ഛൻ ദേഷ്യത്തോടെ തന്നെ അവന്റെ കരണത്തടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് തകരുന്നു. ഈ സമയം മുഴുവനും പെൺകുട്ടി യുവാവിനെ എങ്ങനെ തന്നിലേക്ക് അടുപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ ആരോ പിന്തുടരുന്നത് പോലെ പെൺകുട്ടിക്ക് തോന്നുന്നുണ്ട്. ഭയം തോന്നുന്ന പെൺകുട്ടി ആവട്ടെ ഉടനടി തന്നെ തന്റെ സുഹൃത്തിനെ വിളിക്കുന്ന പോലെ അഭിനയിക്കുന്നു. സുഹൃത്ത് ഇപ്പോൾ തന്നെ തന്റെ അടുത്തേക്ക് എത്തുമെന്നുള്ള രീതിയിൽ പെൺകുട്ടി ഫോണിലൂടെ സംസാരിക്കുന്നു. പെൺകുട്ടിയെ പിന്തുടർന്ന് പുറകിൽ വരുന്നയാൾ ഇത് കേൾക്കുമ്പോൾ പിന്തിരിഞ്ഞു പോകുമെന്ന് അവൾ കരുതുന്നു. ഒടുവിൽ അവൾ എല്ലാ ധൈര്യവും സംഭരിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അവളുടെ പുറകിൽ പിന്തുടരുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ ഇതിനോടകം തന്നെ അവിടെ നിന്ന് അവൾ കാണാതിരിക്കാൻ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അവളെ പിന്തുടർന്നത് വർഷങ്ങൾക്ക് മുമ്പ് യുവാവ് കാല് തല്ലി ഓടിച്ച് ആ വിദ്യാർത്ഥിയായിരുന്നു എന്നത്.